നമ്മൾ ഉത്തരധ്രുവ പ്രദേശത്തെ അലാസ്ക പ്രദേശത്തെ കാഴ്ചകളിലൂടെ സഞ്ചാരം തുടരുകയാണ്. അലാസ്കയിലെത്തിയതിൻ്റെ 2-ാം ദിവസം ഗംഭീരമായൊരു ടൂറായിരുന്നു, ബ്രൂവറി ടൂറ്. ഞാനും ഒരു 6-7 നല്ല കുടിയന്മാരും കൂടെ ചേർന്ന് നിരവധി ബ്രൂവറികളിൽ കയറി ഇറങ്ങി വൈകുന്നേരത്തോടു കൂടി ഞങ്ങൾ ആങ്കറേജ് പട്ടണത്തിൽ തിരികെ എത്തി. അപ്പോഴേക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വിദ്വാന്മാരെല്ലാം പരക്ഷീണിതരായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. വാൻ നിർത്തിയിടത്ത് നിന്ന് അവരാടി ഇറങ്ങി എവിടേക്കോ പോയി മറഞ്ഞു. ഞാൻ ആ വൈകുന്നേരത്തിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ പകർത്തിയെടുത്ത ശേഷം തിരിച്ച് ഹോട്ടലിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ ഇന്നും ദീർഘമായൊരു യാത്രയാണ്. ഇന്നലെ പോയത് നമ്മൾ ആങ്കറേജിൽ നിന്ന് വടക്കൻ ഭാഗത്തേക്കാണെങ്കിൽ ഇന്ന് തെക്കോട്ട് യാത്രയാണ്. സീവാർഡ് എന്ന് പറയുന്ന അതിഗംഭീരമായ ഒരു തുറമുഖ നഗരത്തിലേക്കാണ് പോകുന്നത്. ടൂറിസ്റ്റുകളുടെ ഒരു പർദീസയാണ് ഈ സീവാർഡ്. ക്രൂസ് ഷിപ്പുകൾ വന്നടുക്കുന്ന ഗംഭീരമായൊരു തുറമുഖം, കൂടാതെ പ്രകൃതിയുടെ അത്ഭുതങ്ങൾ. അവിടേക്ക് പോകണമെങ്കിൽ രാവിലെ 8:30 ആകുമ്പോൾ ആങ്കറേജ് ഗ്രാൻഡ് ഹോട്ടൽ എന്ന് പറയുന്ന ഒരു വലിയ ഹോട്ടലിൻ്റെ മുന്നിൽ ഒരു മിനി ബസ് വന്ന് കാത്തു നിൽക്കുന്നു. അതിൽ കയറിയാൽ നമ്മളെ സീവാർഡിൽ എത്തിക്കുമെന്നാണ് നേരത്തെ ഞാൻ ടൂർ ബുക്ക് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ആങ്കറേജ് ടൂർസ് ആൻഡ് ട്രാൻസ്ഫേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് എന്നെ ഇവിടെ നിന്ന് സീവാർഡിൽ എത്തിക്കുന്നതിന് വേണ്ടി പൈസ വാങ്ങിച്ചിരിക്കുന്നത്. സീവാർഡിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കടലിൽ, ഈ ഉൾക്കടലിലൂടെ ദീർഘമായൊരു യാത്ര, വെയിൽ വാച്ചിങ്, അതായത് തിമിംഗലങ്ങളെ തേടി, ഹംബുബായ്ക്ക് തിമിംഗലങ്ങളെ തേടിയുള്ളൊരു കടൽയാത്രയ്ക്ക് വേണ്ടി ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല പരിപാടികൾക്കാണ് ഇന്ന് പുറപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഈ ആങ്കറേജ് ഗ്രാൻഡ് ഹോട്ടലിന് മുമ്പിലെത്തി. അവിടെ എത്തുമ്പോൾ അവിടെ ഒരു വാൻ കിടക്കുന്നുണ്ട്. ആങ്കറേജ് ടൂർസ് ആൻഡ് ട്രാൻസ്ഫേഴ്സ് എന്നതിൻ്റെ ബോഡിയിൽ എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ അടുത്തേക്ക് തന്നെ ചെന്നു. അപ്പോൾ ക്രിസ്മസ് പാപ്പയെ പോലെ താടിയൊക്കെ നീട്ടി വളർത്തി നരച്ച താടിയൊക്കെയുള്ള ഒരു അപ്പൂപ്പൻ വണ്ടിക്കകത്തിരിപ്പുണ്ട്. അദ്ദേഹം കയറിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ മുമ്പിലിരുന്നോട്ടെ, വേറെ ആരുമില്ല? ഓ, പുള്ളി വലിയ ഹാപ്പിയായി. ഞാൻ മുമ്പിലെ സീറ്റിൽ തന്നെ കയറിയിരുന്നു. ഞങ്ങൾ അവിടുന്ന് യാത്ര പുറപ്പെടുകയാണ്. യാത്ര പുറപ്പെടുന്നത് ഇനി തെക്കൻ ദിശയിലേക്കാണ് പോകുന്നത്. ഇന്ന് നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്. അപ്പം ഇളം വെയിലുണ്ട്, നല്ല തണുപ്പാണ് അന്തരീക്ഷത്തിന്. ഞങ്ങൾ യാത്ര തുടരുകയാണ്. സ്റ്റേറ്റ് ഹൈവേ 9 എന്ന് പറയുന്ന പാതയിലൂടെയാണ് നമ്മൾ യാത്ര തുടരുന്നത്. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചില ഹോട്ടലുകളുടെ സമീപത്തേക്ക് കയറും. അതായത് ഇവിടെ ഈ ടൗണിൽ മാത്രമല്ല ഹോട്ടലുകൾ, ഈ സീവാർഡിലേക്ക് നീണ്ടു കിടക്കുന്ന ഈ ഹൈവേയുടെ ഓരങ്ങളിലും അല്പം ഉള്ളിലേക്ക് കയറിയൊക്കെ ഹോട്ടലുകളുണ്ട്. അതൊക്കെ ബജറ്റ് ഹോട്ടലുകളാണ്, റേറ്റ് പൊതുവേ കുറവായിരിക്കും. അത്തരം പല ഹോട്ടലുകളിൽ കയറി ഇറങ്ങി ഒരു 3-4 പേരെയും കൂടെ കയറ്റിയാണ് ഞങ്ങളിപ്പോൾ യാത്ര തുടരുന്നത്. പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിൽ വണ്ടി നിർത്തുന്നുണ്ട്. നമ്മളിനി പോകുന്നത് ഒരു ഉൾക്കടലിൻ്റെ തീരത്ത് കൂടിയാണ്. ഉള്ളിലേക്ക് നമ്മുടെ വേമ്പനാട്ട് കായൽ പോലെ കടലിൽ നിന്ന് ഉള്ളിലേക്ക് ഒരു കായൽ പോലെ കയറി കിടക്കുന്നതിൻ്റെ തീരത്തുകൂടിയാണ് പോകുന്നത്. ഈ ഉൾക്കടലിൻ്റെ പേര് ടുർണാഗെയ്നാം എന്നാണ്. ടുർണാഗെയ്നാം. വീണ്ടും നമ്മൾ ഓടി ഗർഡ്വുഡ് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് എത്തുകയാണ്. ഗർഡ്വുഡിലാണ് നമ്മളുടെ ആദ്യത്തെ ഫുഡ് സ്റ്റോപ്പ് എന്ന് വേണേൽ പറയാം. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കഴിച്ചിട്ടുള്ളതാണെന്ന് ചോദിച്ചു. ചിലരൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു. ഞാൻ 7 മണിക്ക് തന്നെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയതാണ്. തന്നെയല്ല, എൻ്റെ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, വേറെ ആർക്കെങ്കിലും കഴിക്കണമെങ്കിൽ കഴിക്കാം. അപ്പോൾ ഞാൻ അകത്ത് കയറി കുറച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ വാങ്ങി. അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല, പുറത്ത് മേശയും ബെഞ്ചും ഒക്കെ ഇട്ടിട്ടുണ്ട് മരത്തിൻ്റെ. അവിടെ ഇരുന്ന് ഇളം വെയിലും കൊണ്ട് നല്ല തണുപ്പത്തിരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. 15 മിനിറ്റ് സമയം തന്നിട്ടുണ്ടായിരുന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഏറ്റു. വീണ്ടും യാത്രയാണ്. ഇനി നമ്മൾ മലമ്പ്രദേശങ്ങളിലൂടെയാണ് പോകുന്നത്, മലഞ്ചെരിവുകളിലൂടെയാണ്. പർവ്വതമുടികളുടെ ഓരങ്ങൾ ചേർന്ന് പല ഗ്രാമങ്ങൾ പിന്നിട്ടാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ പല ഭാഗത്തും വെള്ളം കെട്ടിക്കിടക്കുന്ന ചതുപ്പുകൾ കാണാം. ഈ ചതുപ്പിനകത്തൊക്കെ ഉണങ്ങിയ മരങ്ങൾ, വമ്പൻ മരങ്ങൾ ഉണങ്ങി നിൽക്കുന്നു. ചതുപ്പ്. ഇത് നമുക്ക് അത്ഭുതം തോന്നി, ഇതെങ്ങനെ ഇങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടായത്. അപ്പോഴാണ് ഈ നമ്മുടെ അപ്പൂപ്പൻ പറഞ്ഞു തരുന്നത്. അപ്പൂപ്പൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല, ഐവ എന്നാണ് അപ്പൂപ്പൻ്റെ പേര്. ഐവ അപ്പൂപ്പൻ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 1964 വലിയൊരു ഭൂകമ്പം ഇവിടെ ഉണ്ടായി. ഭൂകമ്പത്തെ തുടർന്ന് സുനാമി ഉണ്ടായി. ഈ സുനാമി ഉണ്ടായപ്പോൾ 10-40 മീറ്റർ ഉയരത്തിലാണ് കടൽവെള്ളം തീരത്തേക്ക് അടിച്ചു കയറിയത്. ഇങ്ങനെ അടിച്ചു കയറിയ കടൽവെള്ളം എന്ത് ചെയ്തു? ഉൾനാടുകളിലേക്ക് ഒഴുകി. അങ്ങനെ താഴ്ന്നു കിടന്ന ഭാഗം മുഴുവൻ ഈ കടലിലെ ഉപ്പുവെള്ളം വന്ന് നിറഞ്ഞു. അതൊക്കെ വനമായിരുന്നു. അപ്പോൾ ഈ വനം, താഴ്വാരത്തുള്ള വനങ്ങളിൽ മുഴുവൻ ഉപ്പുവെള്ളമെല്ലാം നിറഞ്ഞിട്ട് അതൊരു ചതുപ്പോ തടാകോ പോലെയായി. അതിനകത്തുണ്ടായിരുന്ന മരങ്ങളെല്ലാം, അതോടെ ഉപ്പുവെള്ളം ചെന്ന് കഴിഞ്ഞാൽ അറിയാമല്ലോ, മരങ്ങളെല്ലാം നശിക്കും. പക്ഷേ മരങ്ങളുടെ തായ്തടി മാത്രം ഉണങ്ങിയ മട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ മരങ്ങളെല്ലാം നിർജ്ജീവമായി പോയി, ചത്തുപോയി. അങ്ങനെയുള്ള നിരവധി ഭൂപ്രദേശങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അതായത് ഈ കടൽവെള്ളം കയറി 64 കടൽവെള്ളം കയറി തകർന്നു നശിച്ചു പോയ വനങ്ങളുള്ള ഇത്തരം ചതുപ്പുകളിലൂടെ നമ്മൾ ദീർഘദൂരം ഓടി നമ്മൾ അടുത്തൊരു സ്ഥലത്തെത്തുമ്പോഴത്തേക്ക് നമ്മുടെ ഐവാപ്പൂപ്പൻ പറഞ്ഞു, നമ്മുടെ അടുത്തൊരു സ്റ്റോപ്പിലേക്ക് നമ്മൾ വണ്ടി തിരിയാണ്. രസകരമായൊരു സ്ഥലമാണ്. അലാസ്ക വൈൽഡ് ലൈഫ് കൺസർവേഷൻ സെൻറ്റർ എന്നാണ് എൻ്റെ ബോർഡ്, AWCC. ഇതൊരു ഗംഭീര സ്ഥലമാണ്, നിങ്ങൾ കണ്ടിരിക്കേണ്ട സ്ഥലമാണെന്ന് പറഞ്ഞ് പുള്ളി അങ്ങോട്ട് വണ്ടി വിട്ടു. അകത്ത് ഒരു 10-700 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒരു മൃഗസംരക്ഷണ കേന്ദ്രമാണ്. ഈ മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ അലാസ്ക പ്രദേശത്തുള്ള ജീവികളാണ് കൂടുതലും. അതായത് മൂസ്,
മൂസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം മാനുണ്ട്, ഒരു പശുവിൻ്റെ വലിപ്പമുണ്ട്. അതിൻ്റെ കൊമ്പുകൾ, ആൺ മൂസിൻ്റെ കൊമ്പുകളാണ് അത്ഭുതം. അതിഗംഭീരമായ ഒരു കലാസൃഷ്ടിയാണ് ഈ കൊമ്പുകൾ. ഒരു മൃഗത്തേക്കാൾ വലിപ്പമുണ്ട് അതിൻ്റെ കൊമ്പുകളുടെ ശൃംഖലയ്ക്കെന്ന് വേണേൽ പറയാം. വലിയ ശിഖരങ്ങളോട് കൂടിയ വമ്പൻ കൊമ്പുകളുള്ള ഒരു പ്രത്യേക മാനാണ് ഈ മൂസ്. ഈ മൂസുകളാണ് ഈ അലാസ്കയിലെ ഒരു പ്രധാന മൃഗം. അത് പലയിടത്തും നമുക്ക് കാണാം. ഈ മൂസുകളെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ബൈസണുകളുണ്ട്. ബൈസൺ അത് പ്രത്യേകതരം പോത്ത് വർഗത്തിൽപ്പെട്ടതാണ്. ബൈസണുകളുണ്ട്. പിന്നെ ഗ്രിസ്ലി ബെയറുകളുണ്ട്. ഗ്രിസ്ലി ബെയർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം കരടി വർഗത്തിൽപ്പെട്ടതാണ് ഗ്രിസ്ലി ബെയർ. കരീബു മാനുകളുണ്ട്. പിന്നെ ജയൻറ്റ് മൂസുകൾ, അതായത് മൂസ് വർഗത്തിൽ തന്നെ വമ്പന്മാരായ മൂസുകളെ ഇവിടെ പാർപ്പിച്ചിട്ടുണ്ട്. ബ്രൗൺ നിറത്തിലുള്ള കരടികൾ. ഇങ്ങനെ കുറേ മൃഗങ്ങളെ ഇവിടെ പാർപ്പിച്ചിരിക്കുക. അതായത് പലതരത്തിൽ അപകടത്തിൽപ്പെട്ടവർ, ഒറ്റപ്പെട്ടു പോയവർ, അംഗഭംഗം വന്നവർ, വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വൈകല്യങ്ങൾ സംഭവിച്ചത്, ഇങ്ങനെ മുറിവേറ്റത്, ഇങ്ങനെയൊക്കെയുള്ള ഈ അലാസ്ക പ്രദേശത്തെ മൃഗങ്ങളെ കൊണ്ടുവന്ന് പാർപ്പിച്ച് അതിനെ പുനരധിവസിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ് ഇത്. അത് ഒരു വ്യക്തി ആരംഭിച്ചതാണ്, പക്ഷേ ഇപ്പോൾ അതൊരു നാടിൻ്റെ ഒരു പ്രധാന സംരംഭമായിട്ട് മാറി. അവിടെ നിരവധി മൃഗങ്ങളെ ഇങ്ങനെ സംരക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ എല്ലാം അടുത്തൂടെ പോകാം. ഓരോ മൃഗത്തിനെയും കൂട്ടിലിട്ടിരിക്കുകയല്ല, നമ്മളെയാണ് കൂട്ട്. നമ്മളൊരു വേലിക്കകത്തൂടെ നടക്കുന്നത്, മൃഗങ്ങൾ സ്വതന്ത്രമായിട്ട് നടക്കുന്നു. ഇപ്പോൾ ലോകത്തുള്ള മൃഗശാലകളിലൊക്കെ ഒരു കൺസെപ്റ്റ് ഇങ്ങനെയാണ്. മൃഗങ്ങളെ വിശാലമായി 700 ഏക്കറിൽ തുറന്നു വിട്ടിരിക്കുന്നു. ചിലയിടത്ത് പാർട്ടീഷനുണ്ട്. ചില മൃഗങ്ങൾ തമ്മിൽ ആക്രമണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ചില പാർട്ടീഷൻ ഉണ്ടെങ്കിലും ഇവരുടെ കൂടുകൾ എന്ന് പറയുന്നത് എല്ലാം അതിവിശാലമാണ്. വലിയ ഏക്കർ കണക്കിന് ഏരിയ ഇവർക്ക് വിട്ടുകൊടുത്തിരിക്കുക. നമ്മൾ നടക്കുന്നത് മാത്രം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി 2 സൈഡിലും വേലി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മൃഗങ്ങൾ നമ്മളെ വന്ന് ആക്രമിക്കുകയില്ല. പക്ഷേ ഈ മൂസൊന്നും അത്ര വലിയ അപകടകാരികളല്ല. കരടിയുള്ളിടത്തൊക്കെയാണ് ഈ വേലി. അതിൽ ഒരു ബ്രൗൺ ബെയറിൻ്റെ കൂടിൻ്റെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്ന കഥ എനിക്ക് രസകരമായിട്ട് തോന്നി. ഈ ബ്രൗൺ ബെയറിനെ കിട്ടുന്നത് ഒരു മഞ്ഞുമലയുടെ മുകളിൽ വെച്ചിട്ടാണ്. അവിടേക്ക് പർവ്വതാരോഹകർ കയറി പോകുന്ന വഴിക്ക് അവർ കണ്ടെത്തി ഈ കരടിയെ. ഇതൊരു പെൺകരടിയായിരുന്നു. ഇത് ഏതോ മുള്ളംപന്നിയായിട്ട് ഗുസ്തി കൂടിയതായിരിക്കണം. ഇതിൻ്റെ കൈക്കകത്തും കാലിനകത്തും മുഴുവൻ മുള്ളംപന്നിയുടെ മുള്ളു തറച്ച് കയറിയിട്ട് ഇതിന് നടക്കാനും മേല, നിൽക്കാനും മേല, ഇരപിടിക്കാനും മേലാതെ വല്ലാത്ത അവസ്ഥ കിടക്കുന്ന രീതിയിലാണ് ഇതിനെ കണ്ടുപിടിക്കുന്നത്. അവർ വൈൽഡ് ലൈഫ് റേഞ്ചർമാരെ വിളിച്ച് വിവരം അറിയിച്ചു. അവർ വന്നു, ഇതിനെ അവിടെ നിന്ന് പൊക്കിയെടുത്തു. ഇതിൻ്റെ വായൊക്കെ കെട്ടി ഇതിൻ്റെ കയ്യിലും കാലിലും ഉണ്ടായിരുന്ന ഈ മുള്ളംപന്നിയുടെ മുള്ള് മുഴുവൻ പറിച്ച് കളഞ്ഞ് അത് മുഴുവൻ വൃത്തിയാക്കി ഡ്രസ്സ് ചെയ്ത് 1-2 ആഴ്ച ചികിത്സിച്ച് മുറിവെല്ലാം ഉണങ്ങിക്കഴിഞ്ഞ് ഇതിനിവിടെ കൊണ്ട് താമസിപ്പിച്ചതാണ്. ആവശ്യമില്ലാത്ത പണിക്ക് പോയതാണ്. ഇപ്പോൾ ഇവിടെ സ്വസ്ഥമായിട്ട് സുഖമായിട്ടുള്ള ജീവിതമാണ് ഈ ബ്രൗൺ ബെയർ. ഇങ്ങനെ കുറേ കാഴ്ചകളിലൂടെ പോയി. അപ്പോൾ ഞാനിടയ്ക്ക് ഈ വാച്ച് നോക്കുന്നുണ്ട്. എനിക്ക് ഈ സീവാർഡിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ബോട്ടിൽ കയറി തിമിംഗലങ്ങളെ കാണാൻ പോകണം. തിമിംഗലങ്ങളെ കാണാൻ പോകുന്ന വലിയൊരു ടൂറാണ്. അതിനുവേണ്ടി കുറേയേറെ പൈസയും ഞാൻ മുടക്കിയിട്ടുണ്ട്. അവിടെ 12:30 റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ രീതിയിൽ പോയാൽ ഇനിയും ഒരു 1-1.5 മണിക്കൂറോടെ ഓടിയെങ്കിലേ അവിടെ എത്തുള്ളൂ. ഞാൻ അതുകൊണ്ട് തന്നെ നമ്മുടെ ഐവാപ്പൂപ്പനോട്ട് അടുത്ത് നിന്ന് രഹസ്യമായിട്ട് പറഞ്ഞു, നമുക്കിനി അധിക സ്ഥലത്ത് നിർത്താതെ എന്നെ ഒരു 12:30 ആകുമ്പോൾ അവിടെ എത്തിക്കാൻ പറ്റുമോ? പുള്ളി വാച്ചിലൊക്കെ നോക്കിയിട്ട് പറഞ്ഞു 12:30 എത്തില്ല, 1 മണിക്ക് ഞാൻ എങ്ങനെയല്ല അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞു. ശരി, 1:30 ഉള്ളൂ ബോട്ട്, പക്ഷേ 12:30 ചെന്ന് ഞാൻ ചെക്ക് ഇൻ ചെയ്യണം. അങ്ങനെ അവിടുന്ന് പിന്നെ ഞങ്ങളുള്ള യാത്രയിൽ അതിവേഗം വിട്ടടിച്ച് പോവുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അപ്പൂപ്പൻ എന്നെ നോക്കും, സമയം തെറ്റുന്നില്ലല്ലോ അല്ലേ എന്നുള്ള മട്ടിൽ. പിന്നീട് നമ്മൾ ടൂർണാഗെയിൻ പാസ് എന്ന് പറയുന്ന ഒരു മലമ്പ്രദേശത്തൂടെയാണ് പോകുന്നത്. മലമ്പാതയാണ്. ഒരു പർവ്വതമുടിയുടെ ഓരം ചേർന്ന് അതിമനോഹരമായ ഭൂപ്രകൃതി, ഗംഭീരമായ ഭൂപ്രകൃതി, പലയിടത്തും തടാകങ്ങൾ, ജലാശയങ്ങൾ. നമ്മൾ ആൽപ്സിലൂടെ അല്ലെങ്കിൽ നോർവേയുടെ വടക്കൻ ഭാഗത്തൂടെ ഒക്കെ നമ്മൾ സഞ്ചരിച്ച ഒരു ഓർമ്മയാണ് എൻ്റെ മനസ്സിലുണ്ടാക്കിയത്. അതിഗംഭീരമായ ഭൂപ്രകൃതികൾ. അതിലൂടെ പോകുമ്പോൾ ഈ ഹൈവേയിൽ മുഴുവൻ നമ്മൾ കാണുന്നത് നേരത്തെ പറഞ്ഞതുപോലത്തെ റെക്രിയേഷണൽ വെഹിക്കിളുകളാണ്. അതായത് ഇവിടുത്തെ ഈ അലാസ്കയിലേക്ക് അമേരിക്കയുടെ മെയിൻലാൻഡിൽ നിന്നും കാനഡയിൽ നിന്നും ഒക്കെ വരുന്ന ടൂറിസ്റ്റുകൾ ഇവിടെ വന്നാൽ ഹോട്ടലുകളിൽ മുറിയെടുക്കുകയല്ല ചെയ്യുന്നത്. ഇവർ പ്രകൃതിയിലേക്ക് അങ്ങ് ഇറങ്ങുകയാണ്, പ്രകൃതിയിൽ ഇറങ്ങി അങ്ങ് താമസിക്കുകയാണ്. അതിന് ഇവർക്ക് വേണ്ട കാരവനുകൾ, മോട്ടോർ ഹോമുകൾ, റെക്രിയേഷൻ വെഹിക്കിളുകൾ, അതുപോലെ തന്നെ ട്രക്കിൻ്റെ പുറകെ കെട്ടിവലിക്കാവുന്ന തരം വണ്ടികളൊക്കെ ആയിട്ടാണ് പോകുന്നത്. അതിനകത്ത് കിച്ചണുണ്ട്, ടോയ്ലറ്റുണ്ട്, ബെഡ്റൂമുകളുണ്ട്, പിന്നെ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കാവുന്ന ടെൻറ്റുകളുണ്ട്. അതിൻ്റെ പുറകെ തന്നെ സൈക്കിളുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരിടത്ത് പോയി ക്യാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രദേശങ്ങളിലേക്കെല്ലാം ഇവർ സൈക്കിളിലാണ് പോകുന്നത്. അതായത് പ്രകൃതിയോട് ഇണങ്ങി അങ്ങനെ ജീവിക്കുകയാണ്. പ്രകൃതിയുടെ ഭാഗമായിട്ട് ഏതാനും ആഴ്ചകൾ ജീവിച്ചിട്ടാണ് ഇവർ തിരിച്ച് നാട്ടിലേക്ക് പോയി അവരുടെ തൊഴിലുകളിൽ മുഴുകുന്നത്. അവരൊക്കെ വലിയ ശാസ്ത്രകാരന്മാരോ പണ്ഡിതന്മാരോ തൊഴിലാളികളോ ഏത് ക്ലാസ്സിൽപ്പെട്ടവരും ഉണ്ടാവും അതിനകത്ത്. അല്ലാതെ ഒരു സമ്പന്നരെന്ന് മാത്രമല്ല, സമ്പന്നരും ഉണ്ടാവും, സാധാരണക്കാരുണ്ടാവും. അവർക്കൊക്കെ അതിനുള്ള ഫെസിലിറ്റികൾ ഈ രാജ്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ശമ്പളത്തിൽ നിന്ന് മിച്ചം പിടിച്ച് അവർ യാത്രകൾക്ക് തയ്യാറാവുന്നു. ഇത്തരം യാത്രകളാണ് ജീവിതത്തിൻ്റെ അവരുടെ ലക്ഷ്യം. അതല്ലാതെ
ബാങ്കിൽ കിടക്കുന്നത് കണ്ടുകൊണ്ട്, ബാങ്കിൽ ലക്ഷക്കണക്കിന് രൂപ കിടക്കുന്നത് കണ്ടുകൊണ്ട് മരിക്കുക എന്നുള്ളതല്ല അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഈ പ്രകൃതിയെ അനുഭവിച്ചറിയുക, ലോകത്തെ അനുഭവിച്ചറിയുക, ലോകത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുക, ഓരോ ദിവസവും ജോലി ചെയ്യുന്നത് ഈ അത്ഭുതങ്ങൾ തേടിപ്പോകാനും ഈ അത്ഭുതങ്ങൾ കണ്ട് സായുജ്യമടഞ്ഞ് ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ അവസാനം സീവാർഡ് പട്ടണത്തിലേക്ക് അടുക്കുകയാണ്. നമ്മൾ ഈ സീവാർഡ് പട്ടണത്തിലേക്ക് ചെല്ലുമ്പോൾ, പട്ടണത്തിനോട് അടുത്ത് ചെല്ലുമ്പോൾ തന്നെ കുറേ ഫാക്ടറികളും കുറച്ച് ഈ വർക്ക്ഷോപ്പുകളൊക്കെ കാണാം. അതായത് ഈ RV-കളുടെ, റിക്രിയേഷൻ വെഹിക്കിളുകളുടെ ഒക്കെ റിപ്പയറിങ്, അതിൻ്റെ മെയിൻ്റനൻസ് നടത്തുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കാരണം 100 കണക്കിന് RV-കളാണ് വരുന്നത്. RV-കളുടെ പാർക്ക് തന്നെയുണ്ട്, RV പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ. അവിടെ ഇതിൻ്റെ റീഫില്ലിങ്, പവർ കണക്ട് ചെയ്ത് കൊടുക്കാവുന്ന സ്ഥലങ്ങൾ, വെള്ളം നിറയ്ക്കാനുള്ള ഫെസിലിറ്റികൾ, വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഫെസിലിറ്റികൾ, ഇതെല്ലാം ചേർന്നാണ് നമ്മൾ കേരള ടൂറിസം കാരവൻ പാർക്ക് എന്ന് പറയുന്ന സംവിധാനം ആശയം അവതരിപ്പിച്ചതുപോലെ തന്നെ അത് നടപ്പായിട്ടില്ലെങ്കിലും അത് ഇതിൻ്റെയൊക്കെ മാതൃകയിലാണ് അത്തരം ഒരു സാധനം ഇവിടെ കൊണ്ടുവരാൻ പ്ലാൻ ഇട്ടിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ അത് വേണ്ടത്ര മുമ്പോട്ട് പോയിട്ടില്ല. ഈ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ സീവാർഡിൻ്റെ ഡൗൺ ടൗൺ ഏരിയയിൽ കൊണ്ടുപോയി വണ്ടി നിർത്തി. ഞാൻ ഇറങ്ങി നന്ദിയൊക്കെ പറഞ്ഞു. നമ്മുടെ അയ്യോ അപ്പൂപ്പനും മറ്റുള്ളവരും യാത്ര തുടർന്നു. അവർ വേറെ എവിടേക്കൊക്കെയാണ് പോകേണ്ടത്. ഇവിടെ മേജർ മറൈൻ ടൂർസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. അവരാണ് ഈ ടൂർ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ ഓഫീസിലേക്ക് ഞാൻ ഓടിച്ചെന്നു. അപ്പോഴത്തേക്കും ഒരു അരമണിക്കൂർ കഴിഞ്ഞു. ചെന്നപ്പോൾ ഞാൻ എൻ്റെ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തപ്പോൾ കിട്ടിയ പേപ്പർ കൊണ്ടുപോയി കൊടുത്തു. അവർ നോക്കി, അവർ പറഞ്ഞു വൈകിട്ടൊന്നുമില്ല, കുഴപ്പമില്ല, അരമണിക്കൂറിനകം ബോട്ട് പുറപ്പെടും, അപ്പോഴത്തേക്ക് നിങ്ങൾ ചെന്നാൽ മതി. ഇവിടെ കുറച്ച് മുമ്പോട്ട് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു വലിയ ഹോട്ടലുണ്ട്. ഹാർബർ 360 എന്നാണ് ഹോട്ടലിൻ്റെ പേര്. അത് റോഡിനെ ഫേസ് ചെയ്താണ് ഹോട്ടൽ. പക്ഷേ ആ ഹോട്ടലിൻ്റെ മറുവശത്തേക്ക് ചെല്ലണം. മറുവശം വാട്ടർ ഫ്രണ്ടാണ്, കടലിനെ ഫേസ് ചെയ്തായിരിക്കുന്നത്. അവിടെ വലിയൊരു ബോർഡ് വാക്കുണ്ട്, വലിയൊരു പ്ലാറ്റ്ഫോം പോലെ. ഈ ഹോട്ടലിൻ്റെ മുൻഭാഗം പലകയടിച്ച് അതിഗംഭീരമായിട്ട് ഒരു മുറ്റം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ മുറ്റത്തോട് ചേർന്ന് ബോട്ടുകൾ വന്ന് നിൽക്കും, ക്രൂസ് ബോട്ടുകളും അല്ലാത്ത ബോട്ടുകളൊക്കെ വന്ന് കിടക്കും. അതിൻ്റെ മുൻഭാഗം വലിയൊരു മറീനയാണ്. ഈ ഹാർബർ 360 ഹോട്ടലിൻ്റെ ആ ഭാഗത്ത് ആ ബോർഡ് വാക്കിൻ്റെ സമീപത്ത് ചെന്ന് കഴിയുമ്പം അവിടെ ഈ ബോട്ട് വരും. ആ ബോട്ടിൽ കയറിയാൽ മതി, അവിടെ ആളുണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ബോർഡിംഗ് പാസ്സൊക്കെ വാങ്ങി തിരിച്ച് നടന്നു. കുറേ ദൂരം നടക്കണം. അപ്പോൾ ഈ നടക്കുമ്പോൾ അതിമനോഹരമായൊരു പട്ടണമാണ് ഈ സീവാർഡ്. ശരിക്കും ആംഗ്രേജിലായിരുന്നില്ല ഞാൻ താമസിക്കേണ്ടിയിരുന്നത്. ഇനി ഒരിക്കൽ അലാസ്കയിൽ പോവുകയാണെങ്കിൽ ഞാൻ ഈ സീവാർഡിലേ പോയി താമസിക്കുകയുള്ളൂ. സീവാർഡ് എന്ന് പറയുന്നത് മരം കൊണ്ട് പണിത, നമ്മൾ സ്വിറ്റ്സർലൻഡിലൊക്കെ ചില ഗ്രാമങ്ങൾ കാണില്ല എന്ന് പറഞ്ഞതുപോലെ കടലുള്ളിലേക്ക് കയറി കിടക്കുന്നു. ഈ കടലിൻ്റെ തീരത്ത് മുഴുവൻ ആകാശം മുട്ടുന്ന മഞ്ഞ് പർവ്വതങ്ങളാണ്, ചുറ്റോട് ചുറ്റും പർവ്വതങ്ങൾ. ഈ പർവ്വതങ്ങൾക്കും കടലിനും ഇടയിൽ ഒരു ചെറിയ പട്ടണം. ഈ പട്ടണത്തിൽ പണിതിരിക്കുന്ന കെട്ടിടങ്ങളെല്ലാം മരം കൊണ്ട് പണിതിരിക്കുന്ന കെട്ടിടങ്ങൾ. 1 നിലയും 2 നിലയുള്ള അതിഗംഭീരമായ കെട്ടിടങ്ങൾ, റെസ്റ്റോറൻറ്റുകൾ, കോഫി ഷോപ്പുകൾ, ചെറിയ ബാറുകൾ എന്നു വേണ്ട സുവനീർ കടകൾ, ടൂറിസത്തിന് വേണ്ടി മാത്രം ഒരുങ്ങിയിരിക്കുന്ന അതിഗംഭീരമായൊരു സ്ഥലം. എത്ര ഗാംഭീര്യമാണെന്ന് അവിടെ പോയി നിന്ന് കാണുക തന്നെ വേണം. ഇങ്ങനെയൊരു സ്ഥലം അമേരിക്കയിലുണ്ടെന്ന് പറഞ്ഞാൽ അധികം ആളുകൾക്ക് അറിയില്ലായിരിക്കാം, സീവാർഡ്. ഏതായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഇനി അലാസ്കയിൽ പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഈ സീവാർഡ് അതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകും. അവിടെയൊക്കെയാണ് 1, 2, 3 ദിവസം പോയി താമസിക്കേണ്ടത്. 1, 2, 3 ദിവസമല്ല, 1 മാസം അവിടെ താമസിച്ചാലും നമ്മൾ മടുക്കുകയില്ല. അത്രയേറെ ആക്ടിവിറ്റികൾ അവിടെയുണ്ട്, അത്രയേറെ പ്രകൃതിയുമായിട്ട് ലയിച്ച് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെയുണ്ട്. ഞാൻ അങ്ങനെ നടന്ന് ഈ ഹാർബർ 360 ഹോട്ടലിന് മുന്നിലെത്തി. അതൊരു 3-4 നിലയുള്ള ഒരു ഹോട്ടലാണ്, പുതിയ ഹോട്ടലാണ്. പക്ഷേ അത് മുഴുവൻ മരം കൊണ്ട് പണിതാണ്. 4 നിലയുള്ള 5 നിലയുള്ള കെട്ടിടം മരം കൊണ്ട് പണിതിട്ട് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ മുറ്റമൊക്കെ അതിമനോഹരമാണ്. അതിൻ്റെ മറുവശത്തേക്ക് ചെല്ലുമ്പം അവിടെ കുറേ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. ഒരു ലൈൻ അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ബോട്ട് വന്ന് കിടക്കുന്നുണ്ട്. ഈ ബോട്ടിലേക്കാണ് എല്ലാവരും കയറാൻ വേണ്ടി ക്യൂ നിൽക്കുന്നതെന്ന് മനസ്സിലായി. ഞാൻ ചെന്ന് നോക്കി, നമ്മുടെ ബോർഡിംഗ് പാസിലെ പേരുമായിട്ട് നോക്കി. അത് തന്നെയാണ് നമുക്കുള്ള ബോട്ട്. ആ ബോട്ടിൻ്റെ പേര് ഓർക്ക സോങ് എന്നാണ്, ഓർക്ക സോങ്. അപ്പം ഈ ബോട്ടിലേക്ക് കയറാൻ വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുന്നു. ഈ ക്യൂവിൻ്റെ മുമ്പിൽ ഒരു കൊച്ചു പെൺകുട്ടി. പക്ഷേ ഈ പെൺകുട്ടിയെ കണ്ടാൽ ഫാൻസി ഡ്രസ്സിന് വേഷം കെട്ടിയതാണെന്ന് തോന്നുള്ളൂ. അതായത് ബോട്ടിൻ്റെയോ കപ്പലിൻ്റെയോ ഒക്കെ ക്യാപ്റ്റൻ്റെ വേഷമാണ്. തലയിലൊരു തൊപ്പി, അറിയാമല്ലോ ക്യാപ്റ്റന്മാരുടെ വേഷം, അത് ധരിച്ച് ഒരു പെൺകുട്ടി നിൽക്കുന്നു. ആ പെൺകുട്ടി എല്ലാവരുടെയും ടിക്കറ്റ് നോക്കിയിട്ട് അകത്തേക്ക് കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ച് ഇവളൊരു ഫണ്ണിന് വേണ്ടി വേഷം കെട്ടിയതാണെന്ന് വിചാരിച്ചേ. ഞാനും ആ ടിക്കറ്റ് കാണിച്ച് അകത്തേക്ക് കയറി. ഈ ബോട്ടിന് 2 നിലയുണ്ട്. താഴത്തെ നില റെസ്റ്റോറൻ്റൊക്കെയാണ്. മിക്കവാറും എല്ലാ ഇത്തരം ക്രൂസ് ബോട്ടുകളിലും വിദേശ രാജ്യങ്ങളിലൊക്കെ അടിയിലത്തെ നില റെസ്റ്റോറൻറ്റും ബാറും ഒക്കെ ആയിരിക്കും. ഈ യാത്രക്കിടയിൽ 2-3 മണിക്കൂർ നീളുന്നൊരു യാത്രയാണ്. ഈ യാത്രക്കിടയിൽ ഇവരുടെ പ്രധാന വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ഈ റെസ്റ്റോറൻറ്റിലെ ഫുഡിൻ്റെയും ബിയറിൻ്റെയും അല്ലെങ്കിൽ മദ്യത്തിൻ്റെയും ഒക്കെ കച്ചവടമാണ്. അപ്പർ ഡെക്കിൽ പ്രകൃതി കാണുകയും ആസ്വദിക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യേണ്ടവരെല്ലാം ഈ അപ്പർ ഡെക്കിൽ പോയി നിൽക്കും. അപ്പർ ഡെക്കിൻ്റെ ഒരു ഭാഗത്താണ് ക്യാപ്റ്റൻ്റെ വീൽ ഹൗസ്. അവിടെ ഇരുന്നാണ് ക്യാപ്റ്റൻ ഇത് നിയന്ത്രിക്കുന്നത്. ഞാൻ ഈ അപ്പർ ഡെക്കിലേക്ക് കയറി, കാരണം എനിക്ക് അവിടെ നിന്ന് ഷൂട്ട് ചെയ്യണം. അതായത് നമ്മുടെ ജോലി, പ്രേക്ഷകർ പലപ്പോഴും ഞാൻ അവിടെ പോയി ബിയർ പാർലറിൽ കയറി അല്ലെങ്കിൽ ഞാൻ ഈ ബ്രൂവറുകളിൽ പോയി എന്നൊക്കെ പറയുമ്പോൾ
നിങ്ങൾ കാണുന്ന സഞ്ചാരത്തിലെ ഓരോ ഷോട്ടും ഞാൻ ക്യാമറയിൽ ഒരു കണ്ണ് അടച്ചു പിടിച്ച് മറ്റേ കണ്ണ് വ്യൂ ഫൈൻഡർ വെച്ച് ഷൂട്ട് ചെയ്തെടുത്തുകൊണ്ടിരിക്കുക ഓരോ സെക്കൻഡും. ഈ കള്ളുകുടിയന്മാരുടെ ഷോട്ട് എടുക്കുന്നതല്ലാതെ ഈ കള്ളുകുടിക്കലല്ല എൻ്റെ ജോലി. ഞാനിത് വലിയ ആസ്വാദ്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇതൊന്നും ഞാൻ അങ്ങനെ പൂർണ്ണതോതിൽ ആസ്വദിച്ചതല്ല. ക്യാമറയൊന്നും ഇല്ലാതെ ഇവരെ പോലെ എൻ്റെ സഹയാത്രികരെ പോലെ പോയെങ്കിൽ മാത്രമേ ഞാനത് ആസ്വദിച്ചു എന്നതിന് അർത്ഥമുള്ളൂ. അതല്ലെങ്കിൽ എൻ്റെ ജോലി മുഴുവൻ ഈ ഇതിലെ ഓരോ സംഭവവും ഓരോ വ്യക്തിയും ഇതിനകത്ത് ഓരോ ചലനങ്ങളും ഓരോ കാഴ്ചകളും ഒന്നുപോലും വിട്ടുപോകാതെ പകർത്തിയെടുക്കുകയും അവിടെ പറയേണ്ട വിവരണത്തിന് വേണ്ട വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ കൊച്ചു പെൺകുട്ടി ക്യാപ്റ്റൻ്റെ വേഷത്തിൽ നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ പേരെന്താണെന്ന് ഞാൻ സഞ്ചാരത്തിൽ പറയേണ്ടി വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അവൾ കയറി വരുമ്പോഴേ ഞാൻ അവളോട് ചോദിച്ചു, എന്താ നിൻ്റെ പേര്? അപ്പോൾ അവൾ പറഞ്ഞു കൈലി പൗലിൻ. കൈലി പൗലിൻ എന്നാണ് അവളുടെ പേര്. അപ്പോൾ ഇവൾ വന്നു. അപ്പോൾ ഇവൾ മാത്രമേ ഉള്ളൂ തീരത്ത്, ബോട്ടിലെ ഒരു ജോലിക്കാരനായി, വേറെ ആരുമില്ല. ഇവൾ വന്ന് ഈ തീരത്തേക്ക് ചേർത്ത് കെട്ടിയിരുന്ന വട ഒന്ന് അഴിച്ച് ഇതിലേക്ക് ഇട്ടിട്ടാണ് ഇവൾ അകത്തേക്ക് കയറി വരുന്നത്. അവൾ കയറി വന്നിട്ട് സ്റ്റെപ്പ് കയറി നേരെ പോകുന്നത് വീൽ ഹൗസിലേക്കാണ്, അതായത് ക്യാപ്റ്റൻ ഇരിക്കേണ്ട മുറിയിലേക്ക്. അതിലേക്ക് വാതിൽ തുറന്നു ഗൗരവത്തിൽ കയറി പോകുന്നു. ഒരു 4-5 അടി പൊക്കം കാണും, അത്രേ ഉള്ളൂ. മെലിഞ്ഞ ഒരു കൊച്ചു പെൺകുട്ടി, നമ്മുടെ നാട്ടിലെ വെച്ച് നോക്കി ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി. ഇവിടെ ചെന്ന് വീൽ ഹൗസിൽ കയറി ഗിയറുകൾ മാറ്റുന്നു, തിരിക്കുന്നു, പയ്യെ ബോട്ടാണ് ഓടി തുടങ്ങുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവളാണ് ഇനി ഈ കടലിലൂടെ ഏതാനും മണിക്കൂർ നമ്മളെ കൊണ്ടുപോകുന്നതും തിമിംഗലത്തെ കാണിച്ചു തരാൻ പോകുന്നതും ഒക്കെ. അവൾ ബോട്ടെടുത്തു, ബോട്ട് പയ്യെ ഓടിത്തുടങ്ങി. കുറേ പേര് വളരെ പ്രായമായവരും തണുപ്പഴക്കി ഈ ബോട്ട് കടലിൽ കൂടെ പോകുമ്പോൾ, പ്രത്യേകിച്ച് ഇത്തരം അലാസ്ക പോലുള്ള സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാൽ തണുത്ത കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് പ്രായമായവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവരൊക്കെ ഈ താഴെ പോയിരുന്നിട്ട് ഒരു ചൂട് കാപ്പിയൊക്കെ കുടിച്ച് അവിടെ ഇരിക്കും. ഗ്ലാസ്സിൽ കൂടെ കടലിനെ കാണും, തിമിംഗലത്തെ കാണും. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഈ കടലിൽ നിന്ന് സീവാർഡിൻ്റെ കാഴ്ച കാണണം. ഒരത്ഭുത കാഴ്ചയാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങളിൽ നിന്നും കൂടിയാണ് കേരളം കാണാൻ ആളുകൾ വരുന്നതെന്ന് നമ്മൾ ഓർക്കണം. അപ്പം ലോകത്തിലെ നഗരാസൂത്രണം, നഗരങ്ങളെ സംരക്ഷിക്കുന്ന രീതി, ആസൂത്രണം ചെയ്യുന്ന രീതി, ഡിസൈൻ ചെയ്യുന്ന രീതി, പ്രകൃതി അതിനുവേണ്ടി കനിഞ്ഞനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന സൗന്ദര്യം, ഇതെല്ലാം ചേർന്ന ഗംഭീരമായ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. കൂടാതെ അവിടെ 100 കണക്കിന് ബോട്ടുകൾ, സെയിൽ ബോട്ടുകൾ, സ്പീഡ് ബോട്ടുകൾ, കറ്റമരനുകൾ, ഇങ്ങനെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഇതെല്ലാം വാടകയ്ക്ക് കൊടുക്കുന്നതാണ്. അന്യനാടുകളിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾ ആയിരക്കണക്കിന് ആളുകളാണ് ഇതിൻ്റെ പരിസരത്തെ ലോഡ്ജുകളിലും ഹോട്ടലുകളിലും റിസോർട്ടുകളിലും എല്ലാം താമസിക്കുന്നത്. കൂടാതെ 100 കണക്കിന് ക്യാരവനുകളിലും ഹോം സ്റ്റേകളിലും താമസിക്കുന്നത്. അവരുടെയൊക്കെ പ്രധാന ആക്ടിവിറ്റികളിലൊന്നെന്ന് പറയുന്നത് ഈ സീവാർഡിൽ വന്നിട്ട് ഫിഷിങ്ങിന് പോകുക എന്നുള്ളതാണ്. പലതരം ഫിഷുകളുണ്ട്, പലതരം സാൽമണുകളുണ്ട്, വമ്പൻ സാൽമണുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സാൽമണുകളെയൊക്കെ പോയി ഫിഷ് ചെയ്തുകൊണ്ട് വരിക. അപ്പോൾ അതിന് ഇത്തരം ബോട്ടുകൾ വാടകയ്ക്ക് എടുക്കും. ഫിഷിംഗ് ബോട്ടുകൾ വരെ ഉണ്ട് അവിടെ. അത് വാടകയ്ക്ക് കിട്ടും. അതിനൊരു ദിവസത്തേക്ക് $400-500 അതിന് ഫ്യൂവലോട് കൂടിയുണ്ട്, ഫ്യൂവൽ ഇല്ലാതെ കൊടുക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു മറീനയാണ് ഒരു ഭാഗം മുഴുവൻ. അതിൻ്റെ അപ്പുറത്ത് വമ്പൻ ഒരു കപ്പൽ കിടക്കുന്നത്. അത് ഇവിടെ സാധാരണ വരുന്നതിൽ ഏറ്റവും ചെറിയൊരു കപ്പലാണ്. സാധാരണ 2-3 കപ്പലുകളൊക്കെ വരും, വമ്പൻ ക്രൂസ് ഷിപ്പുകൾ. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നും ലോസ് ആഞ്ചലസിൽ നിന്നും സിയാറ്റിൽ നിന്നും ഒക്കെ ക്രൂസ് ഷിപ്പുകൾ ആ വഴിക്ക് വന്ന് ഈ അലാസ്കയിലേക്ക് വരുന്നുണ്ട്. അലാസ്ക ക്രൂസുകൾ എന്ന് പറയുന്നത് വമ്പനൊരു വലിയൊരു സർക്യൂട്ടാണ്. അപ്പോൾ അവിടെ ഈ സീവാർഡ് വലിയൊരു പോർട്ടാണ് ഇതിൻ്റെ, ഈ ക്രൂസ് ഷിപ്പുകൾ അടുക്കുന്നത്. ഇന്ന് അവിടെ ഒരു കപ്പൽ കിടക്കുന്നുണ്ട്, നൂർദാം എന്ന് പറയുന്ന വമ്പനൊരു കപ്പൽ. ആ കപ്പലിൽ 10,000-3000 പാസഞ്ചേഴ്സും 1000-ഓളം ജീവനക്കാരും ഒക്കെ ഉള്ളൊരു കപ്പലാണ്. അത് പകൽ ഇവിടെ വന്ന് കിടക്കും, രാത്രി വീണ്ടും യാത്രയാവും, പിന്നെ അടുത്ത ദിവസം എനിക്ക് തോന്നുന്ന ആങ്കറേജ് പോയി എടുക്കും. ഇങ്ങനെ കുറേ ദിവസങ്ങൾ നീളുന്ന അലാസ്കൻ ക്രൂസുകൾ നടത്തുന്ന ഒരു കപ്പലാണ്. അതൊക്കെ പിന്നിട്ട് നമ്മൾ വീണ്ടും പുറംകടലിലേക്ക് ഇറങ്ങുകയാണ്. പുറംകടൽ എന്ന് പറയത്തില്ല, ഇത് മൊത്തത്തിൽ ഉള്ളിലേക്ക് കയറി കിടക്കുന്ന ഒരു ഉൾക്കടലാണ്. അതിഗംഭീരമായ ഒരു കാഴ്ചയാണത്. 2 വശത്തും കോട്ട കെട്ടിയ പോലെ പർവ്വതങ്ങൾ, ഇതിന് നടുക്ക് കിടക്കുന്ന ഒരു ഫ്യോർഡ് എന്ന് വേണേൽ പറയാം. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ ഇത്തരം ഭൂപ്രദേശത്തിന് ഫ്യോർഡുകൾ എന്നാണ് പറയുന്നത്. ഫ്യോർഡ് എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾക്ക് ഇടുക്കിലേക്ക് കടൽ കയറി കിടക്കുന്നതാണ്. അപ്പോൾ 2 വശവും 1 കിലോമീറ്ററൊക്കെ ഉയരത്തിൽ ഇങ്ങനെ പർവ്വതം ഇങ്ങനെ നിൽക്കും. അതൊക്കെ മഞ്ഞുകാലത്ത് മുഴുവൻ മഞ്ഞ് മൂടിയതായിരിക്കും. ഇപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം മാത്രമേ മഞ്ഞ് മൂടിയിട്ടുള്ളൂ. അതിൻ്റെ താഴ്വാരത്താണ് ഈ പട്ടണം, സീവാർഡ് പട്ടണം. ഒരു ഭാഗത്ത് സീവാർഡിൻ്റെ ജനവാസ പ്രദേശങ്ങൾ കാണാം, വീടുകളിങ്ങനെ മനോഹരമായ വീടുകൾ, എല്ലാത്തിനും ഏതാണ്ട് ഒരു ഷേപ്പ്, പല നിറമാണെന്നേ ഉള്ളൂ. ചെരിഞ്ഞ മേൽക്കൂരയോടുകൂടി മുകളിൽ ഓടിട്ട ഗംഭീരമായ വീടുകൾ. അതിൻ്റെ ഒരു പ്രദേശം കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ്. അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ പർവ്വതമുടികളാണ്. അതിമനോഹരമായ കാഴ്ച. അതിലൂടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു. കടലിലേക്ക് പുറംകടലിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും കുറച്ച് ചെന്ന് കഴിയുമ്പോഴത്തേക്കും കുറേ ദ്വീപുകൾ നമ്മൾ കാണുന്നുണ്ട്, പാറക്കെട്ടുകളൊക്കെ ഉണ്ട്. ഇവിടെ ആദ്യത്തെ ഒരു കാഴ്ച എന്താണെന്നറിയോ, സീഗളുകളുടെ ഒരു കോളനിയാണ്. ഈ 2 വശത്തുമുള്ള പർവ്വതങ്ങളുടെ പൊത്തുകളിൽ മുഴുവൻ ധാരാളം പക്ഷികൾ പാർക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഈ പാറക്കെട്ടുകളിലും പക്ഷികളുണ്ട്. സീകൾ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു കഷ്ടിച്ചൊരു കോഴിയോളം വലിപ്പമുള്ളൊരു പക്ഷിയാണ്, കടൽ പക്ഷിയാണ്.
അത് വെളുത്ത പക്ഷിയാണ്. ഇതിൻ്റെ കോളനികളാണ് 5000, 6000, 7000 പക്ഷികൾ ഒന്നിച്ച് താമസിക്കുന്നുണ്ട്. ഇതുങ്ങൾ അതിൻ്റെ ഒരു കോളനിയിലേക്ക് ആദ്യം ചെല്ലുന്നത് അതിഗംഭീരമായൊരു കാഴ്ച. ഇതുങ്ങൾ കാഷ്ടിച്ച് ആ പാറക്കെട്ട് മുഴുവൻ വെളുത്തുപോയി. അതിൻ്റെ കുറേ കാഴ്ചകളൊക്കെ ഞങ്ങൾ പകർത്തിയെടുത്തു. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പാറക്കെട്ടുകളിൽ സീലയണുകൾ വിശ്രമിക്കുന്നുണ്ട്. ഈ സീകളുകൾ വന്നിരിക്കുന്ന പാറക്കെട്ടുകളിൽ പോലും സീലയണുകളുണ്ട്. സീലയൺ അതുങ്ങളിങ്ങനെ വെള്ളത്തിൽ നിന്ന് വലിഞ്ഞ് കയറി ഇതിൻ്റെ മുകളിൽ കയറി കിടക്കുകയാണ്. വേറൊരു ഭാഗത്ത് ചെല്ലുമ്പോൾ സീലയണുകളുടെ വലിയ കോളനി തന്നെയുണ്ട്. വേറെ ഈ ആടുകൾ, ഈ മലയാടുകൾ, മൗണ്ടൻ ഗോട്ട്സ് ഈ പർവ്വതമുടികളുടെ വക്കിലൂടെ ഈ കടലിൻ്റെ തിട്ട പോലെ നിൽക്കുന്ന ഈ പാറക്കെട്ടിനിടയ്ക്കൂടെ അള്ളി പിടിച്ച് കയറി പോകുന്ന കാഴ്ചകൾ കാണാം. അത് വളരെ അകലെക്കൂടെ പോകുന്ന കണ്ടതുകൊണ്ട് എനിക്കധികം ഭംഗിയായിട്ട് അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ധാരാളം ഈ മൗണ്ടൻ ഗോട്ട്സിൻ്റെ ഒരു പ്രദേശം കൂടിയാണിത്. ഇങ്ങനെ കുറേ നേരം അതിമനോഹരമായ ഭൂപ്രദേശങ്ങളിലൂടെയാണ് പോകുന്നത്. ഈ പോകുമ്പോഴെല്ലാം ഇതിൻ്റെ കഥകൾ ഈ കൈലി പൗളിൻ ഇവളുടെ ക്യാബിനകത്തിരുന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും രസകരമായ കാര്യം എന്നറിയോ, ടിക്കറ്റ് പരിശോധിക്കുന്നത്. ഈ കൂറ്റൻ ബോട്ട് 120-ലധികം ആളുകൾക്ക് യാത്ര ചെയ്യാവുന്ന ബോട്ടാണ്. ആ കൂറ്റൻ ബോട്ടിൻ്റെ കയറഴിച്ച് വിട്ട് അതിനെ ഓടിക്കാൻ തയ്യാറാക്കുന്നത്, ഈ ബോട്ടിനെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്നത് എല്ലാം ഇവളൊറ്റയ്ക്കാണ്. പിന്നെ ഈ റെസ്റ്റോറൻറ്റിൽ 3-4 ജീവനക്കാർ വേറെ ഈ ഭക്ഷണം എടുത്ത് കൊടുക്കാനും പാചകം ചെയ്യാനും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ നാട്ടിൽ ഒരു ബോട്ടിന് എത്ര പേര് കൂടെ ഉണ്ടെങ്കിലാണ് സൈഡ് പറഞ്ഞു കൊടുക്കാൻ, കയറ് കെട്ടാൻ, വിസിലടിക്കാൻ, ടിക്കറ്റ് കൊടുക്കാൻ എല്ലാത്തിനും ഓരോരോ ആളുകളുമായിട്ടാണ്. ധാരാളം പേര് തൊഴിലില്ലാത്തൊരു നാട്ടിൽ അത് കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് എഫിഷ്യൻസി എന്ന് പറയുന്നതാണ്. ഒരു 5 പേരുടെ പണി ചെയ്തിട്ട് 5 പേരുടെ കൂലി അവൾ മേടിക്കും. അത് ഇത്രയും ചെറിയൊരു പെങ്കൊച്ച്. അപ്പം ഇവൾ ആ കൂടെ തന്നെ ഗൈഡിൻ്റെ ജോലിയും കൂടെയാണ് ചെയ്യുന്നത്. ബോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൾ മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്യുകയാണ്, ഇതാണ് ഈ സീകളുടെ ചരിത്രം ഇങ്ങനെയാണ്, അവർ മൈഗ്രേറ്ററി ബേഡ്സാണ്, ഇവർ ചില സീസണിൽ ഇവിടെ ഉണ്ടാവില്ല, അവർ പറന്നു പോകും, അത് കഴിഞ്ഞ് ഈ വേനൽക്കാലം തുടങ്ങുമ്പോഴാണ് തിരിച്ചെത്തുക. ഇങ്ങനെ എല്ലാത്തിൻ്റെയും കഥകളും കൂടി ഇവിടെ പറയുകയാണ്. കുറേ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ ബോട്ട് പെട്ടെന്ന് യൂ ടേൺ എടുത്തു. എന്നിട്ട് അവൾ പറഞ്ഞു, നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് തിരിച്ചു പോവുകയാണ്, അവിടെയാണ് ഇപ്പോൾ ഹംപ് ബാക്ക് വെയിലുകൾ ഉണ്ടെന്ന് എൻ്റെ മറ്റൊരു സുഹൃത്ത് അറിയിപ്പ് തന്നു. മറ്റൊരു ബോട്ടിലെ ക്യാപ്റ്റനാണ് എന്നെ വിളിച്ച് പറഞ്ഞത്, നമ്മൾ അങ്ങോട്ട് പെട്ടെന്ന് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബോട്ട് അങ്ങോട്ട് വിട്ടു. ഈ ഹംപ് ബാക്ക് വെയിൽ എന്ന് പറഞ്ഞാൽ മുതുകിൽ കൂനുള്ള ഒരു തരം തിമിംഗലമാണ്. ഈ പ്രദേശം, ഈ സീവാർഡ് 2 കാര്യത്തിന് പ്രശസ്തമായിരുന്നു ഒരു കാലത്ത്. ഒന്ന്, തിമിംഗല വേട്ടക്കാർ. അതായത് ഈ 1964 മുമ്പ് അമേരിക്കയുടെ വൻകരയിൽ നിന്നും ഒരു കാലത്ത് സൈബീരിയയിൽ നിന്നും ഒക്കെ തിമിംഗല വേട്ടയ്ക്ക് ആളുകൾ വരുമായിരുന്നു. അവർ വന്ന് ഈ സീവാർഡ് പട്ടണം വളർത്തിയത് അവരാണ്. അവരവിടെ വന്ന് ക്യാമ്പ് ചെയ്ത് അവർ വീടൊക്കെ വെച്ച് ഇത് സീസണിൽ വന്ന് താമസിക്കും. ആ സീസണിൽ വരുന്നവർക്ക് വേണ്ടിയുള്ള ലോഡ്ജുകളും താമസയിടങ്ങളും ഒക്കെ പണിത് അവിടെ കുറേ ആളുകൾ താമസിക്കും. അവർക്കുള്ള റെസ്റ്റോറൻറ്റ്, അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലങ്ങൾ ഒക്കെ അവർ ബോട്ടുമായിട്ട് പോയി തിമിംഗല വേട്ട നടത്തും. വേറൊരു കൂട്ടർ സീ ഓട്ടർ, അതായത് കടൽനായ എന്നാണെന്ന് എനിക്ക് തോന്നുന്നത് അതിന് മലയാളത്തിൽ പറയുക, സീ ഓട്ടറിൻ്റെ തോലോടുകൂടി പൊളിച്ചെടുത്ത് രോമക്കുപ്പായങ്ങൾക്ക് വേണ്ടി രോമം ശേഖരിക്കും. അതിൻ്റെ വ്യവസായത്തിൻ്റെ ഭാഗമായിട്ട് ധാരാളം ആളുകൾ സീ ഓട്ടറുകളെ വേട്ടയാടാൻ വരും. ഇങ്ങനെ 2 കൂട്ടരാണ് ടൂറിസം വളരുന്നതിന് മുമ്പ് ഈ സീവാർഡ് പ്രദേശത്ത് വന്ന് ഏതാണ്ട് ഒരു 1.5 നൂറ്റാണ്ട് മുമ്പ് മുതൽ താമസിച്ചിരുന്നത്. അത് അതിശൈത്യമുള്ള സമയത്തല്ല, പയ്യെ സമ്മർ ഒന്ന് തുടങ്ങുന്ന സമയത്തേക്ക് അല്ലെങ്കിൽ മഞ്ഞുകാലം ഒന്ന് കഴിയുന്ന സമയത്തേക്ക് വരും. 3-4 മാസം അവരിവിടെ ഉണ്ടാവും. ഇതെല്ലാം ശേഖരിച്ച് അവരിവിടെ താമസിച്ച് അവർക്ക് വേണ്ട ഭക്ഷണമൊക്കെ ഒരുക്കി കൊടുക്കുന്ന, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന, അവർക്ക് താമസം ഒരുക്കി കൊടുക്കുന്ന, അവർക്ക് ബോട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ആളുകളും അതിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ സീവാർഡിൽ വളർന്നു വന്നത്. വിൻ്റർ തുടങ്ങാറാകുമ്പോഴത്തേക്കും ഇവർ ഈ ശേഖരിച്ച സാധനങ്ങളെല്ലാം ആയിട്ട് ഇവർ മടങ്ങും. അങ്ങനെയായിരുന്നു അവരുടെ ഒരു ജീവിതം. അവർ കടലിലൂടെയാണ് വന്നുകൊണ്ടിരുന്നത്. കപ്പലുകളിൽ, പായ്ക്കപ്പലുകളിലും അല്ലാത്ത കപ്പലുകളിലും സ്റ്റീം ബോട്ടുകളിലും സ്റ്റീം ഷിപ്പുകളിലും ഒക്കെ വന്നിരുന്നൊരു കാലമുണ്ട്. അവരുടെ ഒരു തുറമുഖമായിരുന്നു ഈ സീവാർഡ്. ഇങ്ങനെ ഈ കഥയൊക്കെ ഓർത്ത് പോകുമ്പോൾ ഒരു ഭാഗത്ത് ചെല്ലുമ്പോഴത്തേക്കും മറ്റൊരു ബോട്ട് ഒരിടത്ത് നിർത്തിയിട്ടിരിക്കുന്നു, ഇതേപോലെ തന്നെ ഒരു ബോട്ട്. അപ്പോൾ ആ ബോട്ടിലെ ക്യാപ്റ്റനുമായിട്ട് നമ്മളുടെ കൈലി പൗളിൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ട് ഒരിടത്ത് കൊണ്ടുപോയി ഇട്ടു. അപ്പോൾ ഈ 2 ബോട്ടിൻ്റെ ഇടയ്ക്കുള്ള ഭാഗത്തേക്ക് നോക്കി നിന്നോളാൻ പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോൾ കുറേ നേരം നിന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ ചെറിയ ചലനം കടലിൽ, അപ്പോഴത്തേക്കും വമ്പൻ തിമിംഗലം ഇങ്ങനെ ചാടുന്നു. വീണ്ടും അതിനപ്പുറത്ത് വേറൊരു ഭാഗത്ത്. ഇത് ഷൂട്ട് ചെയ്യാൻ വലിയ പണിയാണ്. ഇപ്പോൾ ഇവിടെ ചാടിയെങ്കിൽ പിന്നെ ചാടുന്ന അവിടെയായിരിക്കും. നമുക്കിതിൻ്റെ ഒരു ലക്ഷണമൊന്നും കിട്ടില്ലല്ലോ. നമ്മളിങ്ങനെ നോക്കുമ്പോൾ കാണാമെങ്കിലും ക്യാമറയുടെ വ്യൂ ഫൈൻഡറിൽ കൂടെ നോക്കി നമുക്കിത് കറക്റ്റ് ഷൂട്ട് ചെയ്യാൻ വലിയ പാടാണ്. എങ്കിലും കുറേ ഷോട്ടുകളൊക്കെ എനിക്ക് കിട്ടി. ഇത് കാണുമ്പോഴത്തേക്കും ബാക്കി ടൂറിസ്റ്റുകളുടെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അവർ $10,000 മുടക്കിയിട്ടാണെങ്കിലും വേണ്ടില്ല ഈ ഒരു ഒറ്റ കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് വന്നതെന്നുള്ള മട്ടിലാണ്. ബാക്കി എല്ലാവരും വിസ്മരിക്കും. അത് കണ്ടു കഴിഞ്ഞതോടുകൂടി ഇവരെല്ലാം എക്സൈറ്റഡായി. വാവ്, വണ്ടർഫുൾ, ജീവിതത്തിലെ വലിയൊരു സ്വപ്നം സഫലമായ മട്ടിലാണ് എല്ലാവരും. പിന്നെ ഞങ്ങൾ അവിടുന്ന് പിന്നെ മടങ്ങി. പിന്നെ പല കാഴ്ചകളിലേക്കൊക്കെ പോയി ഒടുവിൽ ഞങ്ങൾ തിരിച്ച് സീവാർഡിലെ പോർട്ടിൽ വന്നിറങ്ങി. ഞങ്ങൾ തിരിച്ച് ഈ പ്രൊമനേഡിലേക്ക് വന്നു.
അതിമനോഹരമായിട്ടാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. പ്രൊഫഷണൽ ഒരു സിറ്റി മുഴുവൻ 5 സ്റ്റാർ ഹോട്ടൽ പോലെ ഒരുക്കി വെച്ച് എങ്ങനെ ഉണ്ടാവും. 5 സ്റ്റാർ ഹോട്ടൽ എന്ന് ഞാൻ പറയുമ്പോൾ എല്ലാം മാർബിളിട്ട് തിളങ്ങുന്നതല്ല ഞാൻ പറഞ്ഞത്. പുരാതന ഭാവത്തിൽ തന്നെ ആ മരക്കെട്ടിടങ്ങളായിട്ട് തന്നെ. പക്ഷേ അതിൻ്റെ ആ പെർഫെക്ഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ലാമ്പ് പോസ്റ്റുകൾ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം, വഴിയരികിൽ ബെഞ്ചുകൾ ഇട്ടിരിക്കുന്ന സ്ഥലം, അതിട്ടിരിക്കുന്ന രീതി, നിലത്ത് വിരിച്ചിരിക്കുന്ന കല്ലുകൾ, ചെളി അഴുക്കും മാലിന്യങ്ങളും ഇല്ലാതെ വൃത്തിയാക്കിയ തെരുവുകൾ മനോഹരമാണ്. അതിലൂടെ ഞാനങ്ങ് നടക്കാൻ തീരുമാനിച്ചു. കാരണം ഇനി കുറേ സമയം കൂടി ഉണ്ട്, ഇനി ഒരൊറ്റ മണിക്കൂർ കൂടി ഉണ്ട്. അപ്പോൾ 6 മണിയാകാൻ, ഇപ്പോൾ 5 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ അതിലൂടെ നടന്നു. അതിമനോഹരമായ പട്ടണത്തിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് അതെല്ലാം പകർത്തിക്കൊണ്ട് നടക്കുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഒരു ഭാഗത്ത് ഒരു ഫിഷ് മാർക്കറ്റുണ്ട്. ഫിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അതും കടലിലേക്ക്, അതായത് പ്രൊമനേഡ് കടലിൻ്റെ തീരത്തുകൂടിയാണ്. അതിൻ്റെ ഒരു ഭാഗത്ത് മറീന എന്ന് പറഞ്ഞാൽ ബോട്ടുകളൊക്കെ നിരത്തിയിട്ടിരിക്കുന്ന സ്ഥലം. അതിൻ്റെയും കുറച്ച് അപ്പുറമാണ് ഈ കപ്പലുകൾ വന്ന് കിടക്കുന്ന സ്ഥലം. അപ്പോൾ ഈ തീരത്തോട് നടക്കുമ്പോൾ ചില ഭാഗത്ത് കടലിലേക്ക് ഇറക്കി ചില ഭാഗങ്ങൾ കെട്ടിയിട്ടുണ്ട്. കെട്ടിയേക്കുമല്ല, അത് തൂണിൽ നാട്ടി നിർത്തിയിരിക്കുക, മരം കൊണ്ടുള്ള പ്ലാറ്റ്ഫോമുകൾ അടിച്ചിരിക്കുക. ബോർഡ് വാക്ക് എന്നൊക്കെയാണ് അത് പൊതുവെ അറിയപ്പെടുന്നത്. ഈ മരം കൊണ്ടടിച്ച തട്ടിൻ്റെ മുകളിൽ മുഴുവൻ ചന്തയാണ്. ചന്തയെന്ന് പറഞ്ഞാൽ ഈ ഫിഷിങ് നടത്തി കൊണ്ടിരുന്ന മീനുകളെ ആളുകൾക്ക് ഇവിടെ വെച്ച് വെട്ടി ഒരുക്കി വീട്ടിൽ കൊണ്ടുപോകാം. അത് അവർക്ക് തന്നെ വേണമെങ്കിൽ വെട്ടാനുള്ള ഫെസിലിറ്റികൾ അവിടെ കിട്ടും. ചെറിയ പൈസ കൊടുത്താൽ മതി. കത്തിയുണ്ട്, എല്ലാ ഫെസിലിറ്റികളുണ്ട്, വെള്ളമുണ്ട്. ഇതിനെ വെട്ടി ഈ പറഞ്ഞ സാൽമൺ ഉൾപ്പെടെയൊക്കെ വമ്പൻ സാൽമണിനെയൊക്കെ ഇങ്ങനെ നല്ല ഹലുവ മുറിക്കുന്ന പോലെ മുറിച്ചെടുത്ത് അതിൻ്റെ എല്ലും തലയൊക്കെ ആ കടലിലേക്ക് തന്നെ വിടും. ഈ കടലിലേക്ക് ഇടുമ്പോൾ നമുക്ക് തോന്നും അത് മാലിന്യമല്ലേ, അത് കടലിനെ മലിനമാക്കുകയല്ലേ. അല്ല, താഴെ കുറേ കക്ഷികൾ കാത്തു നിൽക്കുന്നുണ്ട്. സിയോട്ടറുകളാണ്. യുവന്മാർ ഇതിൻ്റെ ഓരോ കഷ്ണവും കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുക. അങ്ങനെ നിലത്ത് വീഴുന്നതിന് മുമ്പ് ഇവന്മാർ 2 വായും തുറന്ന് അങ്ങ് പിടിച്ചെടുത്തിരിക്കും. അത് അവന്മാർ ഭക്ഷണമാക്കും. അപ്പോൾ ഈ മീൻ വെട്ടുന്ന സമയമാകുമ്പോഴത്തേക്കും യുവന്മാർ വരും ഇവിടേക്ക്. വൈകുന്നേരം കൂടുതൽ ആളുകൾ വന്ന് ഈ മീൻ വെട്ടി ഒരുക്കി അവരുടെ ക്യാമ്പറുകളിലേക്ക് അല്ലെങ്കിൽ അവരുടെ RV-കളിലേക്ക് അല്ലെങ്കിൽ അവർ താമസിക്കുന്ന ഹോട്ടലിലേക്കൊക്കെ കൊണ്ടുപോകാണ് ഇവർ. അവിടെ കൊണ്ടുപോയി കൊടുത്താൽ ഇത് കുക്ക് ചെയ്ത് തരും. വേറൊരു സംവിധാനമുണ്ട് അവിടെ. അതായത് ഈ ചന്തയിൽ നിങ്ങൾ പിടിച്ചുകൊണ്ട് വരുന്ന മീനെ വെട്ടിയൊരുക്കി തരുന്ന ആളുകളുണ്ട് അവിടെ, പ്രൊഫഷണൽസ്. അവർക്ക് അവരുടെ ഫീസ് കൊടുത്താൽ മതി. ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ പോയി സീവാർഡിൽ പോയി ഫിഷിംഗ് നടത്തി, ഫിഷിംഗ് ടൂറുകൾ നടത്തി, ഫിഷിംഗ് ക്രൂസുകളൊക്കെ നടത്തി ഫിഷിംഗ് നടത്തിക്കൊണ്ട് വരുന്ന മീൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പിടിക്കാൻ പാടുള്ളൂ. വിൽക്കാൻ അനുവാദമില്ല. വിൽക്കുന്നത് നിയമവിരുദ്ധമാണ്, നിങ്ങൾ അകത്ത് പോകും. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആളുകൾ ചിലർ അവർക്ക് കൂടുതൽ മീൻ കിട്ടിയാൽ അവരിവിടെ കൊണ്ടുവന്നിട്ട് മുറിച്ച് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും സൗജന്യമായിട്ട്. കൂടാതെ അവിടെ റെസ്റ്റോറൻറ്റുകളുണ്ട്. ഈ റെസ്റ്റോറൻറ്റുകളിൽ കൊണ്ടുപോയി ഫ്രീ ആയിട്ട് കൊടുക്കും. ഫ്രീ ആയിട്ട് കൊടുത്താൽ അവരതിനെ പാചകം ചെയ്ത് അവിടെ വിളമ്പും. ഇവർക്കും വേണേൽ പോയി ഇരുന്ന് കഴിക്കാം. ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ, അത് നിയമം. അതായത് എത്ര ബുദ്ധിപൂർവ്വ നിയമം എന്നാലോചിച്ചേ. നിങ്ങൾക്ക് വേട്ടയാടാൻ അനുവാദമുണ്ട്, പക്ഷേ വേട്ടയാടുന്ന ജീവിയുടെ മാംസം നിങ്ങൾക്ക് കഴിക്കാൻ മാത്രമേ അനുവാദമുള്ളൂ. വേറൊരാൾക്ക് കൊടുക്കാൻ അനുവാദമില്ല, വിൽക്കാൻ അനുവാദമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊമേഴ്ഷ്യലായിട്ടുള്ള വേട്ട അവിടെ ഇല്ല. ഈ മൃഗങ്ങളെ വേട്ടയാടിയാൽ ആ മാംസം ഒരു ഫോറസ്റ്റ് ഇൻസ്പെക്ടർ വന്ന് പരിശോധിച്ച് അതിൻ്റെ തൂക്കവും അതിൻ്റെ പ്രായമൊക്കെ നോക്കി അനുവദനീയമായ പ്രായത്തിൽ കൂടുതലുള്ളതല്ലെങ്കിൽ നമുക്ക് പെനാൽറ്റി കിട്ടും, അവർ പിടിച്ചെടുക്കും, നമുക്ക് ഫൈനും അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം അനുവദിച്ചുകൊണ്ട് സിസ്റ്റമാറ്റിക്കായിട്ടാണ്. അങ്ങനെ വേട്ട നടത്തിയാൽ നമ്മുടെ മലമ്പ്രദേശങ്ങളിലെ പന്നിശല്യം പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാകും. കാരണം ഒരു നിശ്ചിത അളവിൽ കൂടുതൽ മൃഗങ്ങൾ വളരാൻ ഇവർ അനുവദിക്കില്ല. ശാസ്ത്രീയമായിട്ട് മൃഗസംരക്ഷണം നടക്കുന്ന എല്ലാ രാജ്യത്തും അങ്ങനെയാണ് സിസ്റ്റം. ഒരു ഇത്ര എണ്ണത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ വനംവകുപ്പിനറിയാം ആ എക്കോസിസ്റ്റത്തിന് താങ്ങുന്നതിലേറെ മൃഗങ്ങളായി കഴിഞ്ഞു, ഇനി അതിനെ ഒന്നെങ്കിൽ കൊന്നൊടുക്കണം അല്ലെ അവരെ മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വേട്ടയ്ക്ക് അനുവാദം കൊടുക്കുന്നത് ഇത്തരം വികസിത നാടുകളിൽ. ഓസ്ട്രേലിയയിൽ അങ്ങനെയുണ്ട്, അമേരിക്കയിൽ അങ്ങനെയുണ്ട്, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് പോയി വേട്ടയാടി അവരുടെ അപ്പോൾ അതൊന്ന് കൺട്രോൾഡ് ആവും. അത് കഴിഞ്ഞ് കുറേ കാലം കഴിയുമ്പോൾ ഈ വേട്ട നിരോധിക്കുകയും ചെയ്യും. അങ്ങനെ ഞാൻ ഈ ഫിഷ് മാർക്കറ്റിലെ കാഴ്ചകളെല്ലാം ഷൂട്ട് ചെയ്ത് കറക്റ്റ് ഈ വണ്ടി വന്ന് നിൽക്കുന്ന പ്രധാന തെരുവിലേക്ക് ചെന്നു. അവിടെ ചെന്ന് കാത്തു നിൽപ്പായി. നമ്മുടെ ആങ്കറേജ് ടൂർസ് ആൻഡ് ട്രാൻസ്ഫേഴ്സിൻ്റെ വണ്ടിയാണ് കാത്തു നിൽക്കുന്നത്. 6 മണി കഴിഞ്ഞു, 6:15, 6:30 വണ്ടി കാണുന്നില്ല. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഒരു വണ്ടി വരുന്നു. ഞാൻ പേര് സൂക്ഷ്മമായിട്ട് നോക്കി വായിച്ചു. അതുതന്നെ ആങ്കറേജ് ടൂർസ് ആൻഡ് ട്രാൻസ്ഫേഴ്സ്. ആ വണ്ടി ആ ജംഗ്ഷനിലൊന്ന് വട്ടം കറങ്ങി തിരിച്ചു കൊണ്ട് നിന്നു. അതിനകത്തെ ഡ്രൈവർ ഒരു ലേഡിയാണ്. അവരിറങ്ങി വന്നിട്ട് ക്ഷമ പറഞ്ഞു. ഇങ്ങോട്ട് വരുമ്പോൾ ചില ഗസ്റ്റുകൾ വൈകിയതാണ് കാരണം, ക്ഷമിക്കണം, നമ്മൾ കൃത്യസമയത്ത് തന്നെ ആങ്കറേജിലെത്തും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ വണ്ടിയിൽ ചെന്ന് കയറി. പിന്നെ ആങ്കറേജിലേക്കുള്ള മടക്കയാത്രയാണ്. ഇങ്ങോട്ട് വന്ന അതേ വഴികളിലൂടെ ഗംഭീരമായ കാഴ്ചകൾ ഒരിക്കൽ കൂടെ കണ്ടുകൊണ്ട് ക്യാമറ ഓഫ് ചെയ്ത് വെച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ഞാൻ ആ വണ്ടിക്കകത്തിരുന്നു. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്.
സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.